أنا السلطان إبراهيم اسمي إلى خير البرية انتمائي مرادي يا مرادي يا مرادي مرادي سيد إبراهيم مرادي. കീളക്കരയിലൂടെയുള്ള യാത്രക്കിടയിൽ അവിചാരിതമായി കണ്ട ഒരു മക്ബറയാണിത്. മഹാൻ സയ്യിദ് സാഹിബപ്പ വലിയുള്ള ദർഗ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ മക്ബറ കാണാം. മഹാനായ സയ്യിദ് ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം വന്ന മഹാനാണ് എന്നാണ് പരിസരവാസികളായ ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ബിൽഡിംഗ് പോലെ പടുത്തുയർത്തപ്പെടാത്ത ഒരു ദർഗയാണ് ഇൻഷാ അല്ലാഹ്. എങ്കിലും പല ആളുകൾക്കും വലിയ വലിയ അനുഭവങ്ങൾ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഏർവാടിയിൽ നിന്നും കീളക്കരയിലേക്ക് പോകുന്ന വഴി കീളക്കര ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് മുള്ളുവാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലത്തോട്ടൊരു റോഡ് കാണാം. ആ റൂട്ടിലൂടെ നേരെ സഞ്ചരിച്ചാൽ വലതുഭാഗത്തായി കാണുന്ന ഒരു ദർഗയാണിത്. ഇൻഷാ അല്ലാഹ് ഒരു ഹിഫ്ള് ഖുർആൻ കോളേജൊക്കെ ഇടതുഭാഗത്ത് കാണാം. അതും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ദർഗ നമുക്ക് കാണാൻ കഴിയുന്നത്. കീളക്കരയിൽ ഇത്തരത്തിലുള്ള ധാരാളം മക്ബറകൾ നമുക്ക് കാണാൻ കഴിയും. അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ഒരുപാട് മഹാരഥന്മാർ മറപ്പെട്ട് കിടക്കുന്ന ഒരു നാടാണ് കീളക്കര. നമ്മുടെ കേരളം തന്നെ വൈജ്ഞാനികമായി ഒരുപാട് കീളക്കരയോട് കടപ്പെട്ട് കിടക്കുന്നുണ്ട്. இது என்ன தருகாரு இந்த கொந்தக்கரணை பையில ஆமா அது எங்க நேர போயிட்டு இந்த பக்கம் திரும்பணும், லெஃப்டா திரும்பி உள்ள போனீங்கன்னா கொந்தகண்ட இந்த சைடில் கடைசியில் வருது கொந்தகண்டாவப்பள்ளி. இந்த வழி நேர போய் ஃபர்ஸ்ட் லெஃப்டா? ஆமாம், ஆனால் கொஞ்சம் சுற்றி உள்ளேலாம் போகணுமே. அப்படியே நீங்கள் இந்த வழியிலேயே போனால் கூட அந்த மெயின் ரோட்டை பிடிச்சி நேரம் வந்தீங்கன்னா அங்கே கொந்தகண்டாவப்பள்ளி. அப்படியா? மெயின் ரோடு போய் அப்புறம் இதில் போயிட்டு நேரம் மெயின் ரோடு அந்த ஜங்ஷன் இருந்து ரைட்டு போனோம், திரும்பி கீழே நேரம் வந்தே கொந்தகண்டாவப்பள்ளி அதுதான் வரும். அப்படியா? அங்கேயும் வரும். இங்க வேற இங்க பெரிய பள்ளியாசெல்லாம் அங்க ரைட் திரும்பி அப்புறம் பள்ளியாசம் இருக்கு. ஆமா தெரியும். போயிட்டு வந்துட்டு ஆமா ஆமா அதுல தானே நீங்க அதுல இருந்து அப்படி உள்ள போயிருக்கலாமே. கொத்தவா பள்ளியாசல இருந்து சின்னப்பள்ளியில இருந்து இங்க ஜங்ஷன்ல இருந்து ரைட் போய் அப்புறம் கொந்தகர்ணாப்பா தர்காக்கு மீண்டும் ரைட் திரும்பணுமா? இல்ல, மெயின் ரோட்ல வந்த உடனே தெரியும் உங்களுக்கு பள்ளி தெரியும். அங்கனக்குல அப்படியா? அங்கே இது வரும் கீழே அங்கிட்டு ராம்நாட்டுக்கு போகிற வழி வந்துடும். ஆமாம் ஆமாம், அதுக்கு முன்னாடியே உள்ளே இருக்குது. அப்படியா? சரிங்க, இன்ஷா அல்லாஹ் சுற்றி போகணும். അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏവർക്കും സിയാറ വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് കീളക്കരയിലാണ്. ഏർവാടി ഇബ്രാഹിം ബാദുഷാ ഉപ്പാപ്പയുടെ ഭരണകാലത്ത് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദഅവത്തുമായി ഒരുപാട് ജീവിതം ചെലവഴിച്ച ഒരു മഹാൻ ഇവിടെ കീളക്കരയിൽ കൊന്തൈക്കരുണ അപ്പ ഷഹീദ് വലിയുള്ള എന്നറിയപ്പെടുന്ന ഒരു മഹാനുഭാവൻ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മഖബറയുടെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മണ്ട്, മറ്റു മഹാന്മാരും മറവിട്ട് കിടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കീളക്കരയിലാണ്. കീളക്കര പോലീസ് സ്റ്റേഷൻ്റെ ഏകദേശം ആ ഭാഗത്താണ് ഈ മഖബറ സ്ഥിതി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് وسلم
മഹാനായ അഷേഖ് കൊന്തക്കരുണയപ്പ വലിയുള്ള അവിടുത്തെ പ്രിയപ്പെട്ട സഹോദരിയാണ് മുഹമ്മദ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. അവർ രണ്ടുപേരുമാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞ സമയത്ത് പറഞ്ഞത് ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ സഹോദരിയാണ് മുഹമ്മദ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഈ രണ്ട് മഹാന്മാരാണ് ഇവിടെ മറവിട്ട് കിടക്കുന്നത്. لمن يلوذ به سواك عند حلول الحديث العميم ولن يضيق رسول الله جاهك به إذا الكريم تهلى باسم منتقم مولاي صل وسلم دائما أبدا. Baik, Assalamualaikum. Gimana? Assalamualaikum. Assalamualaikum. மூணுமே ஒரே மம்மி. மூணுக்குமே ஒரே மம்மி. ஒரே அண்ணன் தம்பி அக்கா தங்கச்சி. അണ്ണൻ തമ്പിയാ? ഹരിമംഗള. ഇവിടെ ഈ കാണുന്ന പിന്നെ ഈ ഒരു ബിൽഡിങ്ങിലാണ് മഹാനായ കൊന്തക്കരുണയപ്പ ഷഹീദ് വലിയുള്ള അതുപോലെ തന്നെ അവിടുത്തെ സഹോദരിയായ മറിയം ബീവിയും മറവിട്ട് കിടക്കുന്നത്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി ഈ ദർഗയുടെ പിൻഭാഗത്ത് കുറച്ചുകൂടി പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മഹാൻ്റെ മഖബറ കൂടി നമുക്ക് കാണാൻ കഴിയും. സയ്യിദ് ഇസ്മായിലപ്പ വലിയുള്ള എന്ന് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരെക്കുറിച്ചുള്ള വ്യക്തമായ ചരിത്രങ്ങൾ ഒന്നും അറിയില്ല. ബഹുമാനപ്പെട്ട കൊന്തേക്കരുണ ഉപ്പാപ്പ അവിടുന്ന് സയ്യിദ് ഇബ്രാഹിം ബാദുഷ തങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഇവിടെയൊക്കെ ദഅവത്ത് നടത്തിയിരുന്ന മഹാനായിരുന്നു. என்ன பண்ணிட்ட நீ இப்போ? ஊஞ்சாலாடியா? அப்படியா? எப்படி இருக்கே ஊஞ்சால்? சூப்பரா இருக்கா? சரிங்க வாங்க.
വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഈ കൊന്തേക്കരണപ്പ വലിയുള്ള എന്നറിയപ്പെടുന്ന ഈ മഹാനുഭാവൻ്റെ ദർഗ വളരെയധികം മനോഹരമായിട്ടുള്ള ദർഗാണ്. ഒരുപാട് വിശാലമായ സ്ഥലങ്ങളുണ്ട് ഇവിടെ. വളരെ വിശാലമായ സ്ഥലത്താണ് ഈ മക്കബറ സ്ഥിതി ചെയ്യുന്നത്. ഉണ്ടോ? അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. ഇത് പള്ളിയാണ്. അപ്പോൾ പള്ളിയിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് நிஸ்கரிச்சதுக்கு ശേഷം ബാക്കി പറയാം. இவங்களும் டாக்டர் தான். அப்படியா? டாக்டர் தான். எல்லாமே அப்படியே அந்த குடுப்போடு வந்தவங்க தான். இல்லாத பறப்பாங்க. இவங்க இந்த ஊரല്ലേ? எல்லாம் அங்கிருந்து வந்தாங்க. இந்த கொந்தக்கருணை பேர் எப்படி கிடைச்சது? தெரிஞ்ச வரைக்கும் கொந்தக்கருணைனா இது ஒரு ஊரோட பேர் மாதிரி தான். அப்படியா? இது அவங்களுக்கு சத்தம் இருக்குது. இது பேசினதான் கொந்தக்கு வந்துட்டு போனார் தக்கு சட்டம் அல்லது எப்படின்னா ஊரோட அல்லது அவங்களோட கொந்தக்கருணை அப்படின்னா ஒன்று ஊரோட பேர் இருக்கும் அல்லது அவங்களுடைய நல்ல ஒரு அவங்களுடைய ஒரு நல்ல ஒரு நப்சை பார்த்து அவங்களுக்கு இறக்கம் அவங்களுடைய குணத்தை பார்த்து அவங்களுடைய இதை பார்த்து ஏன்னா அப்படின்னா கொடை நல்லா அள்ளி கொடுக்குறவங்க அந்த மாதிரி வரும். அந்த மாதிரி நிறைய நல்லா ஹெல்ப் பண்ணுற ஒரு மகான் அப்படின்னு சொல்கிற மாதிரி சொல்லலாம். அந்த மாதிரி ஒரு அடைமொழி ஒரு பெட் நேம் மாதிரி ஒரு இது மாதிரி சேர்த்து அவங்களுக்கு. சரிங்க. ഈ കാണുന്നത് പള്ളിയാണ് കേട്ടോ. ഇവിടെ ഈ കൊന്തേക്കരണപ്പ ഷഹീദ് വലിയുള്ള അവരുടെ മക്കാമിനോട് ചേർന്നിട്ടുള്ള ഒരു പള്ളിയാണിത്. ഇൻഷാ അല്ലാഹ്. எப்படி இருக்க? நல்லா இருக்கியா? நீங்க போட்டோக்கு தெரியலையன் எனக்கு. ஏன் தெரியலையன்? தெரியுமா? தெரியலையன். தெரியலையன். உங்க பேரு என்ன? என் பேரா? என் பேர் ஜாஃபர் சகாஃபி. ஜாஃபர் சகாஃபியா? சரி வாங்க. മഹാനായ ഇബ്രാഹിം ബാദിഷ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് സന്മാർഗ പ്രബോധന പ്രവർത്തനങ്ങളുമായി പിന്നെ ഇവിടെ ജീവിച്ച മഹാനാണ് കൊന്തേക്കരണപ്പ വലിയുള്ള ഷഹീദ് അവർകൾ. മുഹമ്മദ് മറിയം ബീവി റളിയല്ലാഹു അൻഹ എന്നറിയപ്പെടുന്ന മഹദി കൂടി നമ്മൾ ആദ്യം സിയാറത്ത് ചെയ്ത ആ മക്കബറയിൽ അവിടെയുണ്ട്. അവിടെ അസറിൻ്റെ ശേഷമാണ് അവിടെ ദർഗ തുറക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്ത ഈ മഹാൻ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളൊന്നും പിന്നെ വ്യക്തമായിട്ട് ഇവിടെ ആർക്കും അറിയില്ല. എങ്കിലും വലിയ മഹാനാണ്. പലർക്കും പല അനുഭവങ്ങളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ കീളക്കരയിലുള്ള 2 മക്കബറകളാണ് ഇപ്പോൾ നമ്മൾ സിയാറത്ത് ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ മദദ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അവരുടെ സഹായം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.